കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇനി കുറച്ച് നാളത്തേക്കെങ്കിലും വിദ്യാർത്ഥികളുടെ സദസ്സിനോട് തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾക്കൊത്ത ചോദ്യങ്ങൾ ചോദിച്ച് മറുപടിക്കായി കാത്തു നിൽക്കില്ല. അങ്ങനെയുള്ള മുട്ടൻ പണിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉദ്ഘാടകനായ വിദ്യാർത്ഥികളുടെ ഒരു വലിയ പരിപാടിയിൽ കിട്ടിയത്. സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോയും ആ ചോദ്യവും കുട്ടികളുടെ മറുപടിയുടെ ആഴവും വലിയ ചർച്ചയാണ്. നിശബ്ദതയ്ക്ക് എന്തുമാത്രം ആഴമുണ്ട് എന്ന്, എന്തുമാത്രം രാഷ്ട്രീയമാണ് ചില മൗനങ്ങൾ എന്ന് കാണിച്ചു തരുന്ന ഒരു സന്ദർഭമാണ് ആ വീഡിയോ ലോകത്തിന് നൽകുന്ന സന്ദേശം. സംഗതി ഇതാണ്: കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദിറിൽ നടന്ന സമരം രാജ്യമാകെ ശ്രദ്ധ നേടുകയും ആ സമരത്തിന് ലക്ഷ്യമായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നത് സാധിക്കുകയും ചെയ്തതോടുകൂടി ജന്തർ മന്ദിർ സമരം രാജ്യത്തിൻ്റെ പ്രതീകമായി മാറിയല്ലോ. വിദ്യാർത്ഥികളാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന, യുവജനങ്ങളാണ് ഇന്ത്യയിലെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന രാഷ്ട്രീയ ശക്തികൾ എന്ന് തന്നെ പറയണം എന്ന് രാജ്യത്തിനാകെ ബോധ്യപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ പല ചലനങ്ങളുണ്ട്. അതിലൊരു ചലനമാണ് പല ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ അനുകൂലമായും എതിർത്തും പല രീതിയിലുള്ള ചലനങ്ങൾ. രാജ്യമാകെ രാഷ്ട്രീയമായി ഒരു പൊളിച്ചെഴുത്ത് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ചലനമാണ് ജന്തർ മന്ദിർ സമരവും CJPയും ഉണ്ടാക്കിയത്. രാഷ്ട്രീയം നേരിട്ട് പറയാത്ത ആളുകൾക്ക് പോലും കൃത്യമായ നിലപാട് എടുക്കേണ്ടി വന്നു. എന്താണ് ജന്തർ മന്ദിർ സമരത്തോടുള്ള നിലപാട് എന്ന് നേരിട്ടല്ലെങ്കിലും പല രീതിയിൽ പറയേണ്ടി വന്നു. മൗനം കൊണ്ട് രാജ്യത്തിൻ്റെ സാമൂഹിക പ്രശ്നങ്ങളെ ഞെരിച്ചുടയ്ക്കാൻ കഴിയില്ല എന്ന് ഓരോ ബുദ്ധിയും ബോധവുമുള്ള കുഞ്ഞിനും കൂടുതലായി ബോധ്യപ്പെട്ടു. അതിന് തുടർച്ചയാണ് അതിനെ എതിർക്കുന്ന വൈസ് ചാൻസലർ സംഘപരിവാറിനോട് രാഷ്ട്രീയമായി പല കാര്യങ്ങളിൽ യോജിക്കുന്ന, പരസ്യമായി അത് പറയാൻ മടി കാണിക്കാത്ത, RSSൻ്റെ പരിപാടികളിൽ പരസ്യമായി പങ്കെടുക്കാൻ പ്രത്യേകിച്ച് മടി കാണിക്കാത്ത കേരള VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പ്രകടിപ്പിച്ചത്. അദ്ദേഹം കുട്ടികളോട് കുട്ടികളല്ല വിദ്യാർത്ഥികൾ, കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാവരുടെയും നാവിലും പേനത്തുമ്പിലും ടൈപ്പ് ചെയ്യുമ്പോഴും ഒക്കെ വരും കുഞ്ഞുങ്ങൾ. അതേ, കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ്, പക്ഷേ വിദ്യാർത്ഥികളാണ്. അവർ തീരുമാനങ്ങളെടുക്കാൻ രാഷ്ട്രീയ ശേഷി നേടിയ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഭാഗമാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ തിങ്ങി നിറഞ്ഞ ആ ഒരു ഹാളിൽ കേരള VC ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പ്രസംഗത്തിൻ്റെ ഒരു ഭാഗത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പാർട്ടിയാകണോ, കോക്രോച്ച് ആകണോ, അതോ സിംഹമാകണോ, ദുർഗാദേവി ആകണോ? വിദ്യാർത്ഥികൾ മിണ്ടുന്നില്ല. പറയൂ, നിങ്ങൾ മറുപടി പറയൂ. ഏതോ ഒരു കുട്ടി മാത്രം ആണെന്നോ അല്ലെന്നോ പറയുന്നുണ്ട്. ഉച്ചത്തിൽ പറയൂ. ആ കുട്ടിയടക്കം ആരും പ്രത്യേകിച്ചൊരു വികാരവും കാണിക്കുന്നില്ല, വേറെ ഒരാളും മിണ്ടുന്നില്ല. കുട്ടികളുടെ വിഷ്വൽ നമുക്ക് കണ്ടാലറിയാം. ആ കുട്ടികളെല്ലാവരും വെറുതെ നിർവികാരരായി മൗനം പൂണ്ടിരിക്കുകയല്ല. അവരുടെ എല്ലാം ഉള്ളിൽ അദ്ദേഹം പറഞ്ഞ ആ ചോദ്യത്തോടുള്ള എതിർപ്പിൻ്റെ, പ്രതിഷേധത്തിൻ്റെ തിര അടിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആ പ്രായത്തിൽ പല കാര്യങ്ങളും പല സദസ്സുകളിലും തുറന്നു പറയാൻ ചിലപ്പോഴൊക്കെ മടിയുണ്ടാവാം. ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകുമ്പോൾ അവർ ഈ മൗനം മാറ്റിവെക്കുകയും ചെയ്യും. അവർ ആഴത്തിലുള്ള മൗനത്തോടു കൂടി ഇരിക്കുകയാണ്. നിങ്ങൾക്ക് പാർട്ടിയാവണമെന്ന് ചോദിക്കുമ്പോൾ ആ പാറ്റ എന്ന ജീവിയെ, കോക്രോച്ച് ജനതാ പാർട്ടിയെ, അതുണ്ടാക്കിവിട്ട ചലനങ്ങളെ ഒക്കെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തോട് യെസ്, ഞങ്ങൾക്ക് പാർട്ടിയായാൽ മതി എന്ന് പറയുന്നത്ര കനവും കാമ്പും കരുത്തുമുള്ള നിശബ്ദതയാണ് കുട്ടികൾ കാണിച്ചത്. VC ചമ്മിപ്പോയി. നമ്മൾ അങ്ങനെ തന്നെ പറയണം. സാധാരണ മലയാളത്തിൽ പറയണം, കേരള VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ചമ്മിപ്പോയി. അദ്ദേഹത്തിന്
ആ ക്വിസ് പ്രോഗ്രാം മോഡലിലുള്ള ചോദ്യത്തിന് അദ്ദേഹം ആഗ്രഹിച്ച മറുപടി കിട്ടിയില്ല. സൂര്യൻ കിഴക്കാണോ കുഞ്ഞുങ്ങളെ ഉദിക്കുന്നത്? ആണല്ലോ എന്ന് പറയുന്ന രീതിയിൽ ഒരു ചോദ്യകർത്താവിൻ്റെ അതേ ഈണത്തിൽ, വേദിയിലെ ചോദ്യകർത്താവിൻ്റെ അതേ ഈണത്തിൽ സദസ്സിൽ നിന്ന് കുട്ടികളുടെ മറുപടി കിട്ടുന്ന ഒരു സദസ്സല്ല അത്. മറിച്ച് പൊളിറ്റിക്കലി എംപവേർഡായ, രാഷ്ട്രീയമായി ശാക്തീകരിക്കപ്പെട്ട കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹമാണ്. അവർ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഭാവി പ്രതീക്ഷകളും വാഗ്ദാനങ്ങളുമാണ്. പൊളിറ്റിക്കലി എംപവേർഡ് എന്നത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് പറയണം. അത് ആരുടെയെങ്കിലും ഏതെങ്കിലും വിധേയന്മാരുടെ ചോദ്യങ്ങൾക്ക് യെസ് എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്താനുള്ളതല്ല അവരുടെ ആ ശാക്തീകൃത രാഷ്ട്രീയം. ഇനിയും മോഹനം കുന്നുമ്മൽമാർ ആ രാഷ്ട്രീയത്തിൻ്റെ ആഴമുള്ള മൗനം കാണാനിരിക്കുന്നതേയുള്ളൂ എന്ന് കേരളം താക്കീത് ചെയ്യുക കൂടിയാണ് ആ സംഭവത്തിലൂടെ ചെയ്തിരിക്കുന്നത്. നന്ദി, നമസ്കാരം.